ഹലോ, ഹെൽപ്പിയിലൂടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ദിവസം ഞാനൊരു റെസിപ്പി ഇട്ടായിരുന്നു. സൂപ്പെന്നോ കഞ്ഞിന്നോ ചൈനീസ് സൂപ്പെന്നോ എന്ത് പേര് വേണേലും ഇടാന്ന് പറഞ്ഞു. പലരും പല പേരുകളും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. നല്ലൊരു ഹെൽത്തി ഡിഷാണ്, എനിക്കൊത്തിരി ഇഷ്ടമാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലെയും പഴയ കാലത്ത് നിങ്ങളുടെ അമ്മമാരൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും അമ്മ ചെയ്തിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അതായത് പ്രത്യേകിച്ച് ഓതൻറ്റിക് റെസിപ്പികളൊന്നും ഇല്ലാത്ത സമയത്ത് കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതെല്ലാം കൂടി ഇട്ട് ഒരു തേങ്ങ അരച്ച് കറി വെക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന്. ആരുടെയൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. തീർച്ചയായിട്ടും പഴയ അമ്മമാരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും, എല്ലാ വീടുകളിലും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടും ഉണ്ടായിരിക്കും. ഇതിനകത്തെ കഷ്ണങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ഇന്നതേ ഇടാവൂ ഇന്നതേ ഇടരുത് അങ്ങനെയൊന്നുമില്ല. വെറും 1-2 കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും ചെയ്യാം, 4-5 ഐറ്റംസ് ഉണ്ടെങ്കിലും ചെയ്യാം. ഇതിനകത്ത് ഇടാൻ പറ്റുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും ഇതിനകത്ത് ഇടാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്താണ് ഞാൻ ചെയ്യുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിൽ ചേന ഇടാം, മത്തങ്ങ ഇടാം, പിന്നെന്താണ് ബീൻസ് ഇടാം, ഒടിയൻ പയർ ഇടാം, കായിടാം, ചേമ്പിടാം, എന്തിട്ട് വേണമെങ്കിലും ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പടവലങ്ങ എടുത്തിട്ടുണ്ട്, മുരിങ്ങയ്ക്ക, പിന്നെ വെള്ളരി കുറച്ച് വെള്ളരിക്ക എടുക്കുന്നുണ്ട്, പിന്നെ തക്കാളി, കിഴങ്ങ്, ഉള്ളി, ഇതെല്ലാം കൂടി ഇട്ടാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 2-3 ഇൻഗ്രീഡിയൻസ് 2-3 വെജിറ്റബിൾസേ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിലും തീർച്ചയായിട്ടും ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഇത് ഒഴിച്ചുകറിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത്തിരി വെള്ളം കുറുകിയ കറിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ എനിക്കിഷ്ടം ഇത് ഒഴിച്ചുകറിയായിട്ട് ചെയ്യുന്നതാണ്. ഇതിന് പിന്നെ വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എല്ലാ വെജിറ്റബിൾസും ഇതിനകത്തുണ്ട്. പിന്നെ എന്തെങ്കിലും തോരനോ അച്ചാറോ ഒക്കെ വേണ്ടവർക്ക് കൂട്ടാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കറി മാത്രം മതി, വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പം മറക്കരുത്, ആരുടെയൊക്കെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതൊന്നും മൊത്തം എടുക്കുന്നില്ല, കുറേശ്ശെ എടുക്കുന്നുള്ളൂ. തക്കാളി, പച്ചത്തക്കാളി ഉണ്ട്, അത് ഇടാം. പിന്നെ കേടാകാൻ തുടങ്ങുന്നതും എടുക്കാം. എപ്പോഴും തക്കാളിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഏത് വെജിറ്റബിൾസും ആദ്യം കേടാകാൻ തുടങ്ങുന്നതുണ്ടെങ്കിൽ അത് ആദ്യം എടുക്കാം. ഉരുളക്കിഴങ്ങ്, 2 സവോള, കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പൊളിച്ച് നോക്കിയിട്ട് കൊച്ചുള്ളി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സവോള അങ്ങ് മാറ്റും. എന്തായാലും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എങ്ങനെ അരിയേണ്ടതെന്നൊക്കെ കാണിക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം റെഡിയായി, എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. മുരിങ്ങയ്ക്ക, 2 മുരിങ്ങയ്ക്ക ഞാൻ എടുത്തേക്കുന്നത്. ആ കൊച്ചുള്ളി 1 സവാളയും, ഇതിനകത്തുനിന്ന് കുറച്ച് കൊച്ചുള്ളി കടുക് താളിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള കൊച്ചുള്ളി ഇത്രയുമാണ്. വലുതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഒത്തിരി വലിയതല്ല കേട്ടോ, ചെറിയ ഉള്ളിയാണ്. വലുത് കുറച്ചേ ഉള്ളായിരുന്നു. എന്താ ഇത്രയല്ല. പടവലങ്ങ ആ കാണിച്ചതിൻ്റെ പകുതി. വെള്ളരിക്കയും പകുതി എടുത്തിട്ടില്ല, ഒരു ചെറിയൊരു കഷ്ണം. 4 പച്ചമുളക്, തക്കാളി. അപ്പൊ ഇതിനകത്ത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കേട്ട് നിങ്ങൾക്ക് ഇപ്പൊ ബോറായി കാണും മിക്കവാറും. അതൊക്കെ ഇടാൻ കേട്ടോ. ഇങ്ങനെ വെക്കുന്ന കറിക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ഇട്ടാൽ ടേസ്റ്റ് കിട്ടുമെന്ന് നമുക്ക് തന്നെ ഒന്ന് ഊഹിക്കാമല്ലോ. അങ്ങനെയുള്ളതൊക്കെ ഇടാം. കുറച്ച് കറിവേപ്പില, ഒരു കൂട്ടം കൂടെ ഉണ്ട്. ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്, അല്ലെങ്കിൽ അത് കറുപ്പ് വരും. അതിനു വേണ്ടി മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതിനകത്ത് വേവാതിരിക്കാൻ പറ്റിയ കഷ്ണങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്ക കഷ്ണങ്ങൾ കുറച്ച് വെന്ത ശേഷം ഇട്ടാലും മതി, കുഴപ്പമില്ല. ആ കഷ്ണങ്ങളിലൊക്കെ ഒരു കളറ് പിടിക്കാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തത്. ഇനി നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടു. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് ഇപ്പം നമ്പർ ഉണ്ടല്ലോ എല്ലാവരുടെയും, വാട്സപ്പിൽ മെസ്സേജ് കിട്ടു. ബെൻസി ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്, എന്ത് പറ്റി, നല്ല വ്യത്യാസം അറിയാനുണ്ട്, ഉരുണ്ടിരുന്ന മുഖം നീണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ആണോ? ഒരു ചെറിയ കഷ്ണം പുളി. അപ്പോൾ എന്താണ്, പുളി നമുക്ക് എത്രയും വേണോ അത്രയും എടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് ഞാൻ.
അതുകൊണ്ട് ഓവറായിട്ട് പുളി വേണ്ട, ഒരു ചെറിയ കഷ്ണം അത്രയും വേണ്ട, കുറച്ചുകൂടി മാറ്റുവാണേ. വേണ്ട, ഇത്ര എടുത്തിട്ടുള്ള ചെറിയൊരു പുളി മതി. ഇത്രയും മാറ്റി വീണ്ടും ഞാൻ നന്നായിട്ട് കനിഞ്ഞ പുളിയാണേ. നല്ല പുളിയുണ്ട്, ടേസ്റ്റും ഉണ്ട്, വെറുതെ തിന്നാനും നല്ലതാണ്. എപ്പം എടുത്താലും ഇത്തിരി എൻ്റെ വായിലോട്ടും പോകും. കട്ടിയുള്ള പുളിയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് ഇത്തിരി ചൂട് വെള്ളത്തിൽ ഇടാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇട്ട ഉടനെ അലിഞ്ഞു, നല്ല മെൽറ്റായിട്ടുള്ളതാണ്. അതുകൊണ്ട് തിളച്ച് തുടങ്ങിയ ഉടനെ ഞാൻ തീരെ കുറച്ചിട്ടുണ്ട്, കാരണം കുടമല്ലേ. അപ്പോൾ ആ ചൂട് മതി. ഹൈ ഫ്ലെയിം ഇട്ട് നമുക്ക് ഗ്യാസ് വേസ്റ്റ് ആക്കണ്ട. ആ മൺചട്ടിയുടെ ചൂടിനകത്ത് അത് നന്നായിട്ട് വെന്തോളും. അപ്പോൾ ചട്ടിക്കകത്തൊക്കെ എന്ത് ചട്ടിക്കകത്തോ കുടത്തിനകത്തോ എന്താ വെച്ചാലും ഒന്ന് തിളച്ച് വരുന്ന ഉടനെ അങ്ങ് തീ കുറച്ചേക്കണം. ഇതിൻ്റെ നല്ല ചൂടുണ്ട്, അതിനകത്ത് കിടന്നത് വെന്തോളും. ഇപ്പോൾ അടുപ്പിച്ച് കുറച്ച് വീഡിയോകളിൽ ജോസാനെ കണ്ടില്ല, കുറച്ചല്ല 2 വീഡിയോയിൽ മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജിൻ്റെ ഇതിനകത്തും ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞ് ഞാൻ 2 വീഡിയോ ഇട്ടിട്ടോളം തോന്നുന്നു. അപ്പോൾ ജോസിനെ കാണുന്നില്ലല്ലോ, ജോസേട്ടനെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ജോസാനെ കാണുന്നില്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ഒന്നുകിൽ ജോസാൻ ഇവിടെ കാണില്ല, അല്ലെന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. ഒരു ഉടുപ്പിട്ട് വരാൻ പറഞ്ഞാൽ കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്ത കേട്ടോ, അല്ലാതൊന്നുമല്ല. ഇതിപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മുടെ ഈ വർക്ക് ഏരിയ പോലുള്ളത് ആ ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് തേച്ചിട്ടില്ലായിരുന്നു, തറയിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം ഇശ്വരിയെ നിർത്തി തേച്ചതിൻ്റെ ആദ്യ ദിവസം തന്നെ അവിടെ പട്ടി കയറി, കണ്ടോ തറയെല്ലാം. ഇനി ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്യണം. ഭയങ്കര പട്ടിശല്യമാണേ ഇവിടെ, പട്ടിശല്യം, പൂച്ചശല്യം എല്ലാം ഉണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലം അവിടെ പ്ലെയിൻ ആയിട്ട് ഇട്ടിരിക്കുന്നത്. എനിക്കറിയാം ആരെങ്കിലും ചോദിക്കും അതെന്താ ബെൻസി മൊത്തത്തിൽ തേക്കാഞ്ഞെന്ന്. അവിടെ അരകല്ലെടുത്തിടാനാണ് കേട്ടോ, അകത്ത് കൊച്ചടുക്കളയിൽ നിന്ന് അരകല്ലൂടെ ഇങ്ങനെ പുറത്തോട്ടാക്കാൻ വേണ്ടിയാ. അപ്പോൾ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ടേക്കുക കേട്ടോ, ഇവിടെ ഗ്രിനെറ്റ് ഒന്നും അടിക്കുന്നില്ല. ആദ്യം ഞങ്ങൾ ചിന്തിച്ചത് ആ ബെഞ്ചിന്റെ ആ സൈഡിൽ ഒരു 2 വരി കട്ടയും കൂടെ കെട്ടി പൊക്കിയിട്ട് നെറ്റ് അടിച്ചങ്ങ് ഇടാമെന്നാ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇപ്പൊ എന്തായാലും ഇങ്ങനെ വർക്ക് ഏരിയ പോലെ കെട്ടിയിട്ടാലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അത്യാവശ്യം ഒന്ന് ഇരിക്കാനൊക്കെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ആവശ്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യും. ഇപ്പോഴേ അത് പൈസ മുടക്കി അങ്ങനെ ചെയ്തിടണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റോറിന് അടപ്പിട്ടു, അതിന്റെ മേളിൽ നെറ്റ് അടിച്ചേ പറ്റത്തുള്ളൂ, നെറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനി ഒരു ദിവസം അവരെ നിർത്തി ഒന്ന് ചെയ്യിക്കണം. അവിടെ ഒന്നും വെക്കുന്നില്ല, ഇപ്പൊ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ കിടക്കുന്നതേ ഉള്ളൂ. അത്യാവശ്യം എന്തെങ്കിലും ബക്കറ്റോ കഴുകിയ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണമെങ്കിലോ, എന്തെങ്കിലും സാധനം വെക്കണമെങ്കിലോ, ഇത്തിരി വിറവൊക്കെ വെക്കണമെങ്കിലോ, അങ്ങനെ മാത്രമാണ് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അരപ്പിനായിട്ട് അരമുറി തേങ്ങ, അത്യാവശ്യം പീരയുള്ള തേങ്ങയാണ്. നമുക്ക് കറിക്ക് ഇത്തിരി തേങ്ങ കൂടുതൽ വേണം. ഞാൻ ഇത്തിരി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതനുസരിച്ച് കറിയുടെ കൊഴുപ്പ് അനുസരിച്ച് തേങ്ങ എടുക്കാം. മല്ലിപ്പൊടി, അപ്പോൾ തേങ്ങ കൂടുതലാണെങ്കിൽ മല്ലിപ്പൊടി കുറവ് മതി. ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും ഒരു ഇത്തിരിയും കൂടി ഇട്ടിട്ടുണ്ട്. വലിയ ഓവർ എരി വേണ്ട ഈ കറിക്ക്. ഓൾറെഡി 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 കൊച്ചുള്ളി, നമ്മൾ കൊച്ചുള്ളി അല്ലാതെ ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില അരയ്ക്കാൻ എടുക്കുക. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ ഈ കറി ഉണ്ടല്ലോ ബോംബെ വെച്ച് മിക്കവാറും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. വെറും മുരിങ്ങയ്ക്കയും തക്കാളിയും ഉരുളക്കിഴങ്ങും മാത്രം ഇട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക രുചിയാണ് ഇതിന്, എന്തൊക്കെയാ പറഞ്ഞാലും. ചില സമയത്ത് ഞാൻ നല്ല കുറുക്കി വെക്കാറുണ്ട് കേട്ടോ, അതായത് ഒത്തിരി വെള്ളമാക്കാതെ കുറുക്കി വെക്കാറുണ്ട്. ചില സമയത്ത് ലൂസാക്കാൻ തോന്നും, ലൂസാക്കും, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് കഷ്ണങ്ങളൊന്ന് വെന്തോന്ന് നോക്കാം. കണ്ടോ, തിളക്കുന്ന തീരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പം വേവാനായിട്ട് ഇതിൽ വലിയ കഷ്ണങ്ങളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. കിഴങ്ങൊക്കെ പെട്ടെന്ന് വേവുന്ന സംഭവങ്ങളല്ലേ. കിഴങ്ങ് വെന്തു. പിന്നെന്ന് പറയാൻ പടവലങ്ങ, വെള്ളരി, തക്കാളി എല്ലാം ഏകദേശം വെന്തു. ഇനി നമുക്കതുകൊണ്ട് പുളി ഒഴിച്ചു കൊടുക്കാം. പുളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. 1000 രൂപയുടെ സാധനം അതിലുള്ളതാ. ചാമ്പ്യൻ ഓയിലും ഫേസ് വാഷും ക്രീമും. ഫേസ് ക്രീമും 3 in 1 ആലുവേരയുടെ ഫേസ് വാഷ്. കോട്ടയം. ആ അപ്പൊ ഈ കഷ്ണങ്ങൾ നമുക്ക്
പെറുക്കി കഴിക്കാം അതുപോലുള്ളതാണ്. അതെല്ലാം ഒത്തിരി വേവിക്കണമെന്നുണ്ടെങ്കിൽ വേവിക്കാം, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ. ഞാൻ തീ ഓഫ് ചെയ്തേ, കാരണം ചട്ടി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടല്ലോ. നമുക്ക് ഈ അരപ്പൊഴിച്ച ശേഷം ഓവറായിട്ട് അങ്ങ് കുക്കാവണ്ട, അതായത് ഓവറായിട്ട് തിളയ്ക്കണ്ട. ഇത്തിരി ജാറ് കഴുകിയും കൂടി ഒഴിക്കാം, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അല്ല ഇപ്പം തന്നെ അതിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പം ഇത് ഒഴിച്ചുകറിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല നല്ല ചാറ് കുറച്ച് കുറുകി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇത്തിരി ലൂസായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം അതല്ലെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ അളവ് കൂട്ടാം, അപ്പോൾ ഇത് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടുമല്ലോ. അരപ്പിട്ടിട്ട് തിളയ്ക്കണ്ട, ചെറുതായിട്ട് തിള വരുമല്ലോ, അപ്പോഴേ ഓഫ് ചെയ്യണം. ഇതന്നെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് തിള വരാൻ തുടങ്ങി, ഓഫ് ചെയ്തു. അപ്പോൾ ഇതിനേക്കാൾ കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെള്ളം കുറയ്ക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ അരപ്പ് കൂട്ടാം. നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ചെയ്യാം. ഇതിപ്പം കുടമാണല്ലോ, നന്നായിട്ടിരുന്ന് പറ്റുകയും ചെയ്യും. നല്ല ചൂടി കിടക്കുമല്ലേ. ഇനി നമുക്ക് കടുക് അടിക്കണം. അപ്പോൾ ഇതിൻ്റെ അരപ്പൊക്കെ കണ്ടിട്ട് ഏകദേശം നമ്മുടെ തീയലില്ലേ, തീയലെന്ന് പറയുമ്പോൾ വറുത്തരച്ച് വെക്കുന്ന തീയലാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഏകദേശം. നമ്മൾ തേങ്ങ വറുത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പച്ചത്തീയലെന്നും പറയാം, പച്ച അരച്ച് കറി എന്ന് പറയാം, പച്ചത്തേങ്ങ അരച്ച് കറി എന്ന് പറയാം. വീട്ടിൽ പൊതുവെ പച്ചത്തേങ്ങ അരച്ച് കറി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്തെങ്കിലും പേരുണ്ടോ, നിങ്ങൾ ഈ നാട്ടിൽ ഇങ്ങനെ കറി വെക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. ഇൻഗ്രീഡിയൻസ് സെയിം, നമ്മുടെ തീയലിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, വറക്കുന്നില്ല എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. കടുക് തളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്, അതാണല്ലോ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. കടുക്, വറ്റൽമുളക്, കൊച്ചുള്ളി, ഇത് 2-3 കറിവേപ്പില. കറിവേപ്പില ഓൾറെഡി അരച്ചിട്ടുണ്ട്, അപ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ടേസ്റ്റ് കറിക്കുണ്ട്. റെഡിയായി. അടച്ചു വെക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായി. അപ്പോൾ ആർക്കൊക്കെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് അറിയില്ല, നിങ്ങൾ ആരൊക്കെ ട്രൈ ചെയ്യുമെന്നും അറിയത്തില്ല. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ആരെങ്കിലും മടിച്ചുകളായിട്ട് ആരെങ്കിലും ഉണ്ട്, എന്ത് കറി വെക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്ക് വേണ്ടി. അദ്ദേഹം വീട്ടിൽ ചെയ്തിരുന്നു എന്ന് പറയാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഈസി പീസി റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു, ടാറ്റ.